തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിൽ തകർന്ന വീടുകളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉടമകൾ കോടതിയിലേക്ക് 8 വീടുകൾ പൂർണ്ണമായും 298 വീടുകൾക്ക് സാരമായും നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇവരുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഏത് തരത്തിലാണ്? ഒപ്പം ഈ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലും ഏത് വിധേനയാണ്? കെ.പി. സുരേഷ്, ഇപ്പോൾ ഏതാണ്ട് 298 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 8 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഇവിടുത്തെ നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. മറ്റു വീടുകളിലും അവർക്ക് സുരക്ഷിതമായി ഇല്ലെങ്കിൽ ധൈര്യത്തോടെ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും വന്നിരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു സ്ഫോടനം കൊണ്ടാണ്, ചിലരുടെ അനാസ്ഥ കൊണ്ടാണ് എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം, ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. ഇതിനുവേണ്ടി കോടതിയെ സമീപിക്കാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നു. ആ രീതിയിൽ ഇതിനെ ഏത് രീതിയിൽ ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാം എന്നത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് ഈ ഉത്സവ കമ്മിറ്റിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അവർ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, നേരത്തെ വരാപ്പുഴയിൽ ഇത്തരത്തിൽ സമാന രീതിയിലൊരു പടക്കശാല സ്ഫോടനം ഉണ്ടായിരുന്നു. അന്ന് നിരവധി വീടുകൾ തകർന്ന് വാസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള വീട്ടുകാർക്ക് ഇന്നും ഒരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. അന്ന് പരിക്കേറ്റവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള ഒരു സംവിധാനം പോലും കാര്യമായി ലഭ്യമായില്ല എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പൊള്ളയായ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഈ നാട്ടുകാരോട് വരാപ്പുഴക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യം, അതിന്റെ എല്ലാ അനുഭവങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ സമീപിക്കുന്നതും. എന്തുതന്നെയായാലും ഇത്രയേറെ കുടുംബങ്ങൾ, നമുക്ക് അന്ന് തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ്, പല വീടുകളിലെയും പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത തരത്തിൽ അതിന്റെ ഭിത്തികൾ അടർന്നു മാറുകയും മറ്റും ചെയ്യുന്നു. ജനാലകൾ അടക്കം, മുൻവാതിലിന്റെ കതവ് അടക്കം പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം. ആ തരം ഒരു വീട്ടിലേക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ അന്ന് തന്നെ പോലീസ് അവർക്ക് നൽകിയ നിർദ്ദേശം അടിയന്തരമായി അവിടെ നിന്നും മാറണം, ഇല്ലെങ്കിൽ വീട് തകർന്നു വീഴാനുള്ള സാധ്യത അടക്കമുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടത് പൂർണ്ണമായും അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന ചോദ്യവും ഉയരുകയാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു ദുരവസ്ഥ, അവർ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് ആഘോഷപൂർവ്വം അത് കൊണ്ടാടുന്നതിന് വേണ്ടി കാത്തിരുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് അവിചാരിതമായി ഇത്തരം ഒരു സ്ഫോടനം എത്തുന്നതും തുടർന്ന് ഇത്രയേറെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് 2.5 കോടിയധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ഏത് രീതിയിൽ മറികടക്കാനാകും എന്ന ഒരു ചോദ്യം തന്നെയാണ് കെ.പി. സുരേഷ് ഇപ്പോൾ ഉയരുന്നത്. തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിൽ തകർന്ന വീടുകളുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഉടമകൾ കോടതിയിലേക്ക് 8 വീടുകൾ പൂർണ്ണമായും 298 വീടുകൾക്ക് സാരമായും നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമികമായ വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.